അടുത്തതായിട്ട് എടുത്തു പറയേണ്ട ഒരാള് 2019 ഞാനും അജു വിശാലും കൂടെ നിർമ്മിച്ച സിനിമ ഞാൻ ഡയറക്റ്റ് ചെയ്ത ലവ് ആക്ഷൻ ഡ്രാമ ഇറങ്ങൂല എന്നുള്ളൊരു അവസ്ഥ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 2 ദിവസം മുന്നേ വരെ തലേ ദിവസം വരെ പ്രശ്നമായിരുന്നു അല്ലേ. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരങ്ങളിൽ പലപ്പോഴും ഒത്തുകൂടാനുള്ള സമയത്ത് ഞങ്ങൾ വളരെ നന്ദിയോടെ സ്മരിക്കുന്ന ഒരാളാണ് സന്ദീപേട്ടൻ. കാരണം എൻ്റെ പ്രശ്നം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പടത്തിലൊരു ആനിമൽ സർട്ടിഫിക്കറ്റ് ഞങ്ങൾ 2-3 പട്ടികളെ ഷോർട്ട്സ് ഇട്ടപ്പോൾ അതിൽ സർട്ടിഫിക്കറ്റ് വേണമായിരുന്നു ഇതിന് വേണ്ടിയിട്ട്. അത് ഡൽഹിയിൽ പോയിട്ട് വേണം ആ സർട്ടിഫിക്കറ്റ് എടുക്കാൻ. അങ്ങനെ സന്ദീപേട്ടൻ അന്ന് ഇറങ്ങി പുറപ്പെട്ടില്ലായിരുന്നെങ്കിൽ അന്ന് ആ സിനിമ ഇറങ്ങില്ലായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഞങ്ങളുടെ കൂടെ മത്സരിച്ച സിനിമകൾ എന്ന് പറയുന്നത് ഒന്ന് ലിസ്റ്റിൻ സ്റ്റീഫന്റെ ബ്രദേഴ്സ് ഡേ, രാജോമിന്റെ ഫൈനൽസ്, പിന്നെ അതോടൊപ്പം തന്നെ ആന്റണി ചേട്ടന്റെ ലാൽ സാറിന്റെ ഇട്ടിമാണ്. സന്ദീപേട്ടന് ലിസ്റ്റിൻ സ്റ്റീഫനോടുള്ള വെറുപ്പ് കൊണ്ടാണെന്ന് തോന്നുന്നു സന്ദീപേട്ടൻ ഇറങ്ങി പുറപ്പെട്ടു. എന്താണെന്ന് അറിയില്ല. സന്ദീപേട്ടൻ ഡൽഹിയിലേക്ക് പോകുന്നു, ഞങ്ങൾക്ക് വേണ്ടി സർട്ടിഫിക്കറ്റ് ഒപ്പിച്ചു തരുന്നു. വലിയ കൊച്ചിയിലുള്ള ഒരു അസോസിയേഷന്റെ ആൾക്കാരുടെ എന്തോ പ്രശ്നമുണ്ടാവും. സന്ദീപേട്ടൻ ഞങ്ങൾക്ക് വേണ്ടി അത് ചെയ്തിരുന്ന സന്ദീപേട്ടൻ ഈ അവസരത്തിൽ വേളയിൽ വളരെ നന്ദിയോടെ സ്മരിക്കുന്നു. അടുത്തതായിട്ട് എടുത്തു പറയുന്ന ഒരാള് എന്ന് പറയുന്നത് എൻ്റെ മെന്ററും എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്ത്, എൻ്റെ പാർട്ട്ണർ, എൻ്റെ വഴികാട്ടി, ഇപ്പോഴത്തെ പവർ ഗ്രൂപ്പിന്റെ തലവനുമായ ശ്രീ അജു വർഗീസ്. ഒരുപാട് കാര്യങ്ങൾ പറയണം. അതിൽ പ്രധാനമായിട്ടുള്ള കാര്യം, ഞാൻ കഴിഞ്ഞ ഒരു 2 മാസം ഈയിടെയായിട്ട് സിനിമ കുറച്ച് കുറയ്ക്കുകയും സ്റ്റേജ് ഷോയിലാണ് ഫോക്കസ് ചെയ്യുന്നത്. സ്റ്റേജ് ഷോ, പരസ്യം, അങ്ങനെയുള്ള പരിപാടികൾ. അങ്ങനെ സ്റ്റേജ് ഷോയിന് വേണ്ടിയിട്ട് ഞാൻ ഓസ്ട്രേലിയയിൽ ഇരിക്കെ എനിക്കൊരു ഫോൺ കോൾ വരുന്നു. അതിനിടയ്ക്ക് എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയാറുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു വിജയ്, തമിഴ്നാടൻ വിജയ് CM ആയപ്പോൾ ഞാൻ തീരുമാനിച്ചു അടുത്തൊരു 15 വർഷത്തിലേക്ക് CM ആവാന്നുള്ളൊരു തീരുമാനം എടുത്തിരിക്കുകയാണ്. എന്നെ അജു വിളിച്ച് പറയുന്നത്, നീ ആദ്യം CM ആവണ്ട, അതിന് മുന്നേ ഇതൊക്കെ പറഞ്ഞതല്ലേ, നീ CM ആവണ്ട, അതിന് മുന്നേ അതിന്റെ ഒരു ബേബി സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ ആദ്യം അമ്മയുടെ പ്രസിഡന്റ് ആവാം. അമ്മയുടെ പ്രസിഡന്റ് ആയതിനു ശേഷം നമുക്ക് 15 വർഷത്തിനുള്ളിൽ നമുക്ക് ചാരിറ്റി ഒക്കെ ചെയ്യണം. ആൾക്കാരെ പഠിക്കാൻ കണ്ണിൽ പൊടിക്കണം, ചാരിറ്റി ഒക്കെ ചെയ്ത് എന്നിട്ട് നമുക്ക് പതിയെ CM ആവും. ആദ്യം അമ്മയുടെ പ്രസിഡന്റ് ആയതിനു ശേഷം CM ആവും. ഓസ്ട്രേലിയയിൽ ഇരിക്കുന്നു. അപ്പൊ നാട്ടിൽ ഇങ്ങനത്തെ വാർത്തകൾ വരുന്നു, ഞാൻ അമ്മയുടെ ഇതിലേക്ക് വരുന്നു എന്നൊക്കെ. അങ്ങനെ ഇടയ്ക്ക് കുറച്ച് പേരിനെ, കുറെ അമ്മമാരും അങ്ങനെയുള്ള അവിടുത്തെ കുറെ ആൾക്കാരൊക്കെ എന്നെ വിളിച്ച് അജു പറഞ്ഞതിന്റെ, അജുവിന്റെ പവർ ഗ്രൂപ്പുകാരൊക്കെ ചേർന്ന് എന്നെ പ്രസിഡന്റ് ആക്കാനുള്ള വലിയൊരു പോരാട്ടം നടക്കുന്നതിനിടയിൽ ഞാൻ അയർലൻഡിൽ അടുത്ത ലാലേട്ടൻ ഒരു ഷോവിന് വേണ്ടി നിൽക്കുമ്പോൾ ഞാൻ വീട് കാണുന്ന വാർത്ത, ഞാൻ ഓൾറെഡി പ്രസിഡന്റ് ആവാൻ സന്നദ്ധത കാണിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വാർത്തകൾ വരുന്നു. ഈ പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഇതിൽപ്പെട്ട നിങ്ങളല്ല, അത് അജു വർഗീസ് ആണ്. നിങ്ങളിരുന്നു, അത് അജു വർഗീസ് ആണെന്ന് മനസ്സിലാക്കുക. റോണി ചേട്ടൻ ഇവിടുത്തെ എക്സിക്യൂട്ടീവ് റോണി ചേട്ടൻ ഇപ്പോഴും ഒരു S എന്നുള്ള ഷർട്ട് ഇട്ടിട്ടാണ് വന്നത്. സൂപ്പർമാൻ അല്ല, അത് ശ്വേത ചേച്ചിയാണ്. വേറെ ഏതൊക്കെ അലക്ഷരമുണ്ട് നിങ്ങൾക്ക്? ഇപ്പോഴും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഇത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരാള് ശ്വേത ചേച്ചിക്ക് ഇത്രയും സപ്പോർട്ട് കാണിച്ചുകൊണ്ട് ഇവിടെ വരെ. അതുകൊണ്ട് പക്ഷെ ഞാൻ പറയാണ്, അതിനിടയിൽ പല ചർച്ചകൾക്കൊടുവിൽ അജുവിനോട് പറഞ്ഞു, എടാ അമ്മയിലേക്ക് നീ വരണ്ട, അത് ഇവിടെ കുറേ പ്രശ്നങ്ങളാണ്. കഴിഞ്ഞ ദിവസം ജനറൽ ബോഡിയിൽ ഞാൻ പോയപ്പോൾ അവിടെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതിനിടയിൽ പുള്ളിയുടെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു അവിടെ. ആ പ്രസംഗത്തിനെ കുറിച്ച് പുള്ളി എൻ്റെ അടുത്ത് വളരെ വാദവരാതെ, എൻ്റെ പ്രസംഗം വളരെ ഗംഭീരമായിരുന്നു എന്ന് പറയുകയും അതിനെക്കുറിച്ച് പലരും അഭിപ്രായം പറഞ്ഞ വോയിസ് നോട്ടുകൾ എനിക്ക് അയക്കുകയും ജനറൽ ബോഡിയിൽ അദ്ദേഹം സംസാരിച്ച കാര്യങ്ങളെ വളരെ ശക്തമായ ഇംഗ്ലീഷിലുള്ള ഒരു പ്രസംഗമായിരുന്നു. അത് പറ്റിയിട്ടുള്ള വോയിസ് നോട്ടുകൾ എനിക്ക് അയക്കുകയും ചെയ്തുകൊണ്ട് എന്നോട് പറഞ്ഞു, നീ പ്രസിഡന്റ് ആവണ്ട, നീ CM ആവണ്ട, ഗവർണർ വലിയ പണിയൊന്നുമില്ല. ഇത് അറിഞ്ഞ ഗവർണർ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂവിന്റെ
ഇല്ല, വിവരക്കേടിനെ അറസ്റ്റ് ചെയ്യാനുള്ള വകുപ്പില്ല. അത് വകുപ്പില്ല, ഒരിക്കലും അറസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ അറസ്റ്റ് ചെയ്ത് അപ്പം തന്നെ ഇറക്കിക്കൊണ്ടിരും. ദിലീപേട്ടൻ നമ്മൾ അപ്പൊ ഞാനിപ്പോ ഇവിടെ പറയാൻ കഴിച്ച സാധനം ഒരിക്കലും അതിനിടയിൽ എന്റെ അമ്മ എന്നോട് പറഞ്ഞു, മോനെ നീ അമ്മയുടെ പ്രസിഡന്റ് ആകാൻ പോകുമ്പോഴെന്ന് കേട്ടു മോനെ, അത് ഒരിക്കലും പാടില്ല, അച്ഛനൊരിക്കലും ആവാതിരുന്നതിന്റെ കാരണം നമ്മൾ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അച്ഛനെ പോലുള്ള ആൾക്കാർ, എന്നെ പോലുള്ള ആൾക്കാർക്ക് പറ്റില്ല. നമ്മൾ ചില കാര്യങ്ങൾ കണ്ണടക്കേണ്ടി വരും. എനിക്കത് മനസ്സിലായില്ല. പക്ഷെ CM ആയി എവിടെ ഒതുങ്ങിക്കൂടാതെന്ന് ആഗ്രഹിച്ച എന്നെ അമ്മയുടെ പ്രസിഡന്റ് ആക്കി വീരു എന്നടങ്ങിയ വാശിയുള്ള എന്റെ മെന്ററിനെ ഈ വേദിയിലേക്ക് ഞാൻ വീണ്ടും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഒരിക്കലും ആവാൻ പാടില്ലാത്ത, ഞാൻ ആഗ്രഹിക്കാത്ത അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനം ഞാൻ ഇവിടെ രാജിവെച്ചു. ഇനി ചിലപ്പോൾ തിരിച്ചു വന്നാലും വരും.